മാസപ്പടി വിവാദത്തിൽ പ്രതിപക്ഷ ആരോപണങ്ങൾക്ക് നിയമസഭയിൽ മറുപടി പറഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയൻ. നേരത്തെ തന്റെ ഭാര്യയ്ക്കെതിരെയായിരുന്നു വ്യാജ ആരോപണങ്ങൾ. ഇപ്പോൾ അത് മകൾക്ക് നേരെയായി. ഭാര്യ വിരമിച്ചപ്പോൾ ലഭിച്ച പണം കൊണ്ടാണ് മകൾ കമ്പനി തുടങ്ങിയത്. തന്റെ കൈകൾ ശുദ്ധമാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ സഭയിൽ പറഞ്ഞു. നേരത്തെ ഭാര്യയെക്കുറിച്ചായിരുന്നു, ഇപ്പം മെല്ലെ മകളിലേക്ക് എത്തിയിട്ടുണ്ട്. എൻ്റെ ഭാര്യ, അവളുടെ അമ്മ, റിട്ടയർ ചെയ്ത് കിട്ടിയ കാശ് അത് ബാങ്കിൽ നിന്ന് എടുത്ത് കൊടുക്കുകയാണ്. നീ പോയിട്ട് നിൻ്റെതായ കമ്പനി തുടങ്ങുക, സ്വന്തമായിട്ട് ചെറിയ കമ്പനി തുടങ്ങിയാൽ മതി എന്ന് പറഞ്ഞിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ അതിൽ നിന്ന് വന്നതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കേൾക്കുമ്പോൾ എനിക്കൊരു മാനസിക കുലുക്കവും ഉണ്ടാവില്ല. മനസ്സമാധാനമാണ് പ്രധാനം. നിങ്ങൾ മനസ്സമാധാനത്തിന് നിരക്കുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്യാവൂ. തെറ്റ് ചെയ്തെങ്കിൽ മനസ്സമാധാനം ഉണ്ടാവില്ല. ബാക്കിയെല്ലാം കേൾക്കുമ്പോഴും തെറ്റായ കാര്യങ്ങൾ നമ്മളെക്കുറിച്ച് പറയുന്നത് കേൾക്കുമ്പോഴും ഉള്ളാലെ ചിരിച്ചുകൊണ്ടത് കേൾക്കാൻ പറ്റും. ആ ഉള്ളാലെ ചിരിച്ചുകൊണ്ട് കേൾക്കാൻ പറ്റുന്ന മാനസികാവസ്ഥയിലാണ് ഞാൻ. ഒന്നും എന്നെ യേശില്ല. യേശാത്തത് ഇതുകൊണ്ട് തന്നെയാണ്. അതൊരു അഹംഭാവം പറച്ചിലൊന്നുമല്ല. ഈ കൈകൾ ശുദ്ധമാണ്, അതുകൊണ്ട് തന്നെയാണ്. നന്ദിപ്രമേയ ചർച്ചയിൽ മാസപ്പടി വിവാദം പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ആവർത്തിച്ചിരുന്നു. മുഖ്യമന്ത്രിയുടെ ഗതികേട് കണ്ടിട്ട് സഹതാപം തോന്നുന്നു എന്നായിരുന്നു വി.ഡി. സതീശന്റെ വിമർശനം. മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത് ശരിയായിരുന്നില്ല, അവാസ്തവമായിരുന്നു. പച്ചക്കള്ളമൊന്നും ഞാൻ പറയല്ല, അവാസ്തവമായിരുന്നു. ഈ അവസരം കൊടുത്തിട്ടും അവർ ഒരു രേഖയും ഹാജരാക്കിയില്ല. അപ്പൊ അത് ലീഗൽ ട്രാൻസാക്ഷൻ ആയിരുന്നില്ല അവരുടെ അക്കൗണ്ടിലേക്ക് വന്നത്. കമ്പനിയുടെ അക്കൗണ്ടിലും അവരുടെ അക്കൗണ്ടിലേക്ക് വന്നത് ലീഗൽ ട്രാൻസാക്ഷൻ ആയിരുന്നില്ല. അത് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ടിന്റെ പരിധിയിൽ വരും. കള്ളപ്പണം വെളുപ്പിച്ച നടപടിയാണ് എന്നാണ് ഫൈൻഡിങ്. അപ്പൊ അങ്ങ് പറഞ്ഞത് മുഴുവൻ അങ്ങ് ഈ സഭയെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു. ഒന്നും അവരുടെ കയ്യിലുണ്ടായിരുന്നില്ല. നന്ദിപ്രമേയത്തിന്മേലുള്ള മറുപടി പ്രസംഗത്തിലാണ് മാസപ്പടി വിവാദത്തോട് മുഖ്യമന്ത്രി പ്രതികരിച്ചത്. കേരളത്തെ കേന്ദ്രം സാമ്പത്തികമായി ഞെരുക്കുന്നുവെന്ന ആരോപണവും മുഖ്യമന്ത്രി സഭയിൽ ഉന്നയിച്ചു. കേരളത്തിലെ പ്രതിപക്ഷം കേന്ദ്ര നിലപാടിനൊപ്പമാണെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു. നമ്മുടെ നാടിൻ്റെ, കേരളത്തിൻ്റെ താല്പര്യങ്ങളെ കേന്ദ്രവും കേരളത്തിലെ പ്രതിപക്ഷവും ഒരേപോലെ കൈവിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോഴത്തെ കേന്ദ്ര സമീപനം ഒരു തരത്തിലുള്ള സാമ്പത്തിക ഉപരോധത്തിൻ്റെ രൂപത്തിലാണ്. അത് കേരളത്തെ അങ്ങ് ഞെരുക്കുകയാണ്. ഇതിലാണ് നമ്മൾ ഒന്നിച്ച് പ്രതിഷേധിക്കണം എന്ന നിലപാട് ഞങ്ങളെടുക്കുകയും കോൺഗ്രസ് അടക്കമുള്ള UDF-നോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു. പക്ഷേ അതിലങ്ങേയറ്റത്തെ വിമുഖതയാണ് കോൺഗ്രസിൻ്റെ ഭാഗത്തുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് ഞങ്ങളുടെ പ്രതിനിധി ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഷഫീദ്, മാസപ്പടി വിവാദവുമായി ഉയർന്നു വന്ന സംവാദത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് സഭയിൽ നിന്ന് മുഖ്യമന്ത്രി വിശദീകരിച്ചത്? എങ്ങനെയായിരുന്നു മുഖ്യമന്ത്രിയുടെ വിശദീകരണത്തോടുള്ള പ്രതിപക്ഷത്തിന്റെ പ്രതികരണം? ഗോപികൃഷ്ണൻ, കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ടപ്പോഴും എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ മുഖ്യമന്ത്രി തയ്യാറായിരുന്നില്ല. എന്നാൽ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ചയിൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനാണ് നിയമസഭയ്ക്ക് മുൻപിൽ ഈ എക്സാലോജിക്ക് വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉയർത്തിയത്. ROCക്ക് മുൻപാകെ അടക്കം രേഖകൾ ഹാജരാക്കിയെന്നുള്ള മുഖ്യമന്ത്രിയുടെ വാദം കള്ളമാണ്. മുഖ്യമന്ത്രി സഭയെ തെറ്റിദ്ധരിപ്പിച്ചു എന്നുള്ളതായിരുന്നു പ്രതിപക്ഷ നേതാവ് ഉയർത്തിയ വാദം. ചർച്ചയ്ക്ക് ഒടുവിൽ സംസാരിച്ചപ്പോൾ മുഖ്യമന്ത്രി വളരെ വിശദമായി തന്നെ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ തന്റെ പ്രതികരണം നടത്തി. മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയാണ്. ഇത് ആദ്യമായിട്ടൊന്നുമല്ല തന്റെ കുടുംബാംഗങ്ങൾക്കെതിരെ ആരോപണം ഉയരുന്നത്. നേരത്തെയും ചില കാര്യങ്ങൾ ഉയർന്നിട്ടുണ്ട്. കമല ഇന്റർനാഷണൽ, ടെക്നിക്കാലിയ, സിംഗപ്പൂർ യാത്ര, അങ്ങനെ നേരത്തെ ഭാര്യയ്ക്കെതിരെയായിരുന്നുവെങ്കിൽ ഇപ്പോൾ മകൾക്കെതിരെ കാര്യമായ വിമർശനം ഉയർത്തുന്നുണ്ട്. കൂടാതെ അദ്ദേഹം ചൂണ്ടിക്കാണിച്ച മറ്റൊരു കാര്യം, ഭാര്യ റിട്ടയർ ആയപ്പോൾ ലഭിച്ച പണമാണ് മകൾ കമ്പനി തുടങ്ങാനായി ഉപയോഗിച്ചത്. തനിക്ക് ഇത്തരം ആക്ഷേപങ്ങൾ, അതൊക്കെ പ്രതിപക്ഷം രാഷ്ട്രീയപരമായിട്ടുള്ള ആക്ഷേപങ്ങൾ ഉയർത്തുന്നു. അതൊന്നും തന്നെ ഏശില്ല. അതിനുള്ള കാരണം തല കുനിക്കാതെ തന്നെ നിവർന്നു നിന്ന് ഈ കൈകൾ ശുദ്ധമാണെന്ന് പറയാൻ കഴിയുമെന്ന് മുഖ്യമന്ത്രി ഇന്ന് നിയമസഭയിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണം നടത്തി. നിയമസഭയിൽ മുഖ്യമന്ത്രി ഈ ഏറ്റവും ഒടുവിലത്തെ വിവാദത്തിന് ശേഷം, അതായത് ROC റിപ്പോർട്ട് അടക്കം പുറത്തു വന്നതിന് ശേഷം നടത്തുന്ന ആദ്യ പ്രതികരണമായി നമുക്ക് ഇതിനെ കണക്കാക്കാൻ കഴിയും. ഏതായാലും അങ്ങനൊരു പ്രതികരണം നിയമസഭയിൽ മുഖ്യമന്ത്രി നടത്തി എന്നുള്ളതാണ് രാഷ്ട്രീയമായി ഇതിന്റെ പ്രസക്തി. അതേസമയം മറ്റു വിഷയങ്ങളെക്കുറിച്ചും ഇന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ തന്റെ പ്രതികരണം അറിയിച്ചു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സംസ്ഥാനത്തെ സാമ്പത്തികമായി ഉപരോധിക്കുന്ന കേന്ദ്രത്തിനെതിരെയും കേന്ദ്രത്തെ സഹായിക്കുന്ന പ്രതിപക്ഷ നിലപാടിനെതിരെയും മുഖ്യമന്ത്രി ശക്തമായ ഭാഷയിൽ വിമർശനം ഉന്നയിച്ചു.
ഡൽഹിയിലെ സമരത്തിന് ഒറ്റയ്ക്ക് പോകാൻ സർക്കാർ ആഗ്രഹിച്ചിട്ടില്ല. LDF-ൽ ചർച്ച ചെയ്യും മുൻപ് പ്രതിപക്ഷവുമായി സംസാരിച്ചിരുന്നു. ജനങ്ങൾക്ക് വേണ്ടിയുള്ള സമരത്തിന് വരുന്നതുകൊണ്ട് പ്രതിപക്ഷത്തിന് എന്തായിരുന്നു നഷ്ടമെന്നുള്ള തിരിച്ചുള്ള ചോദ്യം കൂടി മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടായി. സംസ്ഥാനത്ത് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് എന്ന് പറയുമ്പോൾ പോലും മുഖ്യമന്ത്രിയും ധനമന്ത്രിയും ഒരേ സ്വരത്തിൽ പറയുന്നത് പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ കഴിയുന്ന സാമ്പത്തിക പ്രതിസന്ധി മാത്രമാണ് സംസ്ഥാനത്തുള്ളത് എന്നുള്ളതാണ്. ഇന്ന് അതും മറ്റൊരു ശ്രദ്ധേയമായ വിഷയമായി പോയി. അതേസമയം തീവ്ര ഹിന്ദുത്വത്തെ മൃദു ഹിന്ദുത്വം കൊണ്ട് നേരിടാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്ന കുറ്റപ്പെടുത്തലും മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. ഗവർണർക്കെതിരെ അടക്കം ശക്തമായ വിമർശനവും മുഖ്യമന്ത്രി ഇന്ന് സഭയിൽ നടത്തി. ശരി ഷഫീദ്, ഏതായാലും നയപ്രഖ്യാപനത്തിനുള്ള നന്ദി പ്രമേയ ചർച്ചയിലാണ് മുഖ്യമന്ത്രി ശക്തമായ ഭാഷയിൽ ഇന്ന് പ്രതിപക്ഷത്തെയും കേന്ദ്ര നിലപാടുകളെയും വിമർശിച്ചത്. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഉയർന്നു വന്ന മാസപ്പടി വിവാദത്തിൽ അദ്ദേഹം നിലപാട് വ്യക്തമാക്കുകയും ചെയ്തു. ഇന്ന് സഭയിൽ ഷഫീദ് റാവുത്തർ അതിന്റെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു.